അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധി നേരിടുകയാണോ? 3 മാസം മാത്രമാണോ അദ്ദേഹത്തിന് ഇനി ആയുസ് അവശേഷിക്കുന്നത്? 79 വയസ്സ് പിന്നിട്ട ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കഥകളും ഉപകഥകളും വ്യാപകമായി പ്രചരിക്കുകയാണ്. ജോ ബൈഡന്റെ ആരോഗ്യ പരിമിതികളെ പരിഹസിച്ച് അധികാരത്തിൽ വന്ന ട്രംപിനെ വിധി തിരിഞ്ഞുകുത്തുകയാണോ? അമേരിക്കയെ പോലെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നയാളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചാണ് ആശങ്ക ഉയരുന്നത്. ഇത്തരം ആരോഗ്യ പ്രതിസന്ധികൾ നേരിടുന്നതിനിടെയാണ് അദ്ദേഹം വെനസ്വേലയിൽ സൈനിക നടപടിക്ക് ഉത്തരവിട്ടത്. ഇറാനിൽ സൈനികമായി ഇടപെടാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി നിർണായക വ്യാപാര കരാർ ചർച്ചകൾ നടത്തുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ നയസമീപനങ്ങളുടെ മാതൃകയ്ക്ക് വിരുദ്ധമായി ട്രംപിൻ്റെതായ നയസമീപനങ്ങൾ സ്വീകരിച്ചതിന് കാരണം ഇത്തരം മനോനിലകളാണോ എന്നാണ് സൈബറിടത്തിൽ ചർച്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരാഴ്ചത്തേക്ക് അപ്രഖ്യാപിത അവധിയെടുക്കുന്നു. സൂര്യന് കീഴിലുള്ള ഏത് വിഷയത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ട്രംപ് സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ഇതോടുകൂടിയാണ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥകൾ ഓരോരുത്തർ പടച്ചുവിടാൻ തുടങ്ങിയത്. അഭ്യൂഹങ്ങൾ സാധൂകരിക്കുന്ന തരത്തിൽ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തായതോടെ ചിലർ അതങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. പ്രചരിക്കുന്ന വീഡിയോകളിൽ അദ്ദേഹത്തിന്റെ വലത് കാലിന് ബലക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാണ്. ശരീരചലനങ്ങളിൽ പഴയ വേഗതയില്ലെന്നും വീഡിയോകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. ട്രംപ് വീണ്ടും അധികാരത്തിലേറിയ കാലം മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അദ്ദേഹത്തെ സ്മൃതിനാശം അഥവാ ഡിംനേഷ്യ പിടികൂടിയെന്നായിരുന്നു ചിലരുടെ നിഗമനം. വാർത്താ സമ്മേളനങ്ങളിൽ വാക്കുകൾ മുറിഞ്ഞു പോവുക, പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുക, മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഉറങ്ങുക, കോട്ടുവായി ഇടുക തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രചാരണങ്ങൾ ഉയർന്നു വന്നത്. ശരീരഭാരത്തിലെ ഏറ്റക്കുറവാണ് മറ്റൊരു സംഗതി. ട്രംപിന്റെ ശരീരഭാരം കുറയുകയും ആദ്യഘട്ടം പ്രസിഡന്റ് പദവിയിൽ ഇരുന്നതിനേക്കാൾ കൂടുകയും ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. ഫിസിക്കൽ തെറാപ്പിസ്റ്റും ബ്ലോഗറുമായ ആദംസ് ജെയിംസ് നടത്തിയ പ്രസ്താവനയാണ് ട്രംപിന്റെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് പോലുമുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ജെയിംസിന്റെ നിഗമനമനുസരിച്ച് ട്രംപിന് പക്ഷാഘാതം ഉണ്ടായിട്ടുണ്ട്. ഇതുമൂലം ട്രംപിന്റെ മുഖത്തെ വലതുവശത്തെ പേശികൾക്ക് ബലക്കുറവ് ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ട്രംപ് പൊതുമധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷമായ സമയത്ത് അദ്ദേഹം പക്ഷാഘാതത്തിനുള്ള ചികിത്സ തേടിയിട്ടുണ്ടാകും. ട്രംപിന് പക്ഷാഘാതം ഉണ്ടായി എന്ന വാർത്ത സാധൂകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളിൽ ട്രംപ് തന്റെ വലതുകാലിന് ബലം നൽകാനാവാതെ വേച്ച് നടക്കുന്നതും നടപ്പിന്റെ വേഗതയിൽ കാര്യമായ കുറവുണ്ടായതും കാണാം. ഗോൾഫ് അദ്ദേഹത്തിന്റെ പ്രിയ വിനോദമാണെങ്കിലും ദീർഘനാളായി അദ്ദേഹം ഗോൾഫ് കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഗോൾഫ് കോഴ്സിൽ ഷോട്ട് ഉതിർക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തതിനാലാണ് ട്രംപ് ഗോൾഫ് കളി മതിയാക്കിയതെന്നും ഓൺലൈൻ പ്രചാരണം നടക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചതിനാൽ രക്തത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകൾ ട്രംപ് കഴിക്കുന്നുവെന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ക്ഷതവും വീക്കവും അദ്ദേഹത്തിന് ഗുരുതര കരൾ രോഗമുണ്ടെന്നതിനുള്ള തെളിവാണെന്നും വാദമുണ്ട്. ഈ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ട്രംപിന് പരമാവധി ആയുസ് 3 മാസം കൂടിയേ ഉള്ളൂവെന്ന് ആദംസ് ജെയിംസ് വാദിക്കുന്നത്. അതേസമയം ട്രംപിന്റെ ആരോഗ്യ പരിമിതികളെ കുറിച്ചുള്ള വാർത്തകൾ തള്ളിക്കൊണ്ടാണ് വൈറ്റ് ഹൗസ് പ്രസ്താവന ഇറക്കിയത്. പ്രായത്തിന്റെ അവശതകൾ മറികടന്ന് കർത്തവ്യ നിർവഹണം നടത്താൻ പ്രാപ്തിയുള്ള അമാനുഷിക ശക്തിയുള്ള ആളാണ് ട്രംപ് എന്നാണ് വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ പറയുന്നത്. ട്രംപ് അടുത്തിടെ MRI പരിശോധനയ്ക്ക് വിധേയനായി. പരിശോധനാ ഫലം തൃപ്തികരമാണെന്നും പൊതുജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും വൈറ്റ് ഹൗസ് പറയുന്നു. തന്റെ പിതാവ് ഇനി ചെറുപ്പമാകില്ല, ഭാവിയിലെ ജീവിതമല്ല, ഇപ്പോഴത്തെ ജീവിതം നന്നായി ജീവിക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നതെന്നും ട്രംപിന്റെ മകൻ എറിക് ട്രംപും പറഞ്ഞു. ട്രംപിന്റെ വലതുകാലിനുണ്ടായ ബലക്ഷയത്തിന് കാരണം പക്ഷാഘാതമല്ല, അദ്ദേഹത്തിന്റെ കാലുകളിലെ സിരകളിലുണ്ടായ വീക്കവും ഇതിനെ തുടർന്ന് രക്തയോട്ടം മന്ദീഭവിക്കുകയും വെരിക്കോസ് വെയിനിന് സമാനമായ ആരോഗ്യ പ്രശ്നവുമാണെന്നാണ് അമേരിക്കൻ ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പ്രായാധിക്യം ഉള്ളവർക്ക് സാധാരണയായി ഉണ്ടാകാറുള്ള ഒരു ആരോഗ്യ പ്രശ്നം മാത്രമാണിത്. ഹൃദയാരോഗ്യം അടക്കമുള്ളവ ഉറപ്പാക്കാൻ CT സ്കാൻ, MRI അടക്കമുള്ള പരിശോധനകൾ നടത്തി. പരിശോധനാ ഫലം തൃപ്തികരമാണ്. കയ്യിൽ ചതവോ രക്തം പൊടിയുന്നതുപോലെയോ കാണപ്പെടുന്നത് ആസ്പിരിൻ പോലുള്ള രക്തത്തിന്റെ കാഠിന്യം കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുമ്പോൾ നിരന്തരമായി ഹസ്തദാനം നൽകുന്നതിനാലാകാമെന്നും വിശദീകരണവുമുണ്ട്. പല വേദികളിലും ട്രംപിനെ ക്ഷീണിതനായി കാണപ്പെടുന്നുണ്ടെങ്കിലും പരിശോധനാ ഫലങ്ങൾ തൃപ്തികരമാണെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്.
ട്രംപിനെ ചികിത്സിക്കാനായി മാത്രം ചുമതലപ്പെടുത്തിയ ഡോക്ടറുടെ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനങ്ങൾ. അതേസമയം ട്രംപിന്റെ ആരോഗ്യ സംബന്ധമായ വാർത്തകളെല്ലാം തന്നെ അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ക്യാബിനറ്റ് യോഗങ്ങളിൽ ഇരുന്ന് ഉറങ്ങുന്ന ട്രംപിന് ഭരണനിർവഹണം നടത്താനുള്ള സ്റ്റാമിന ഇല്ലെന്നാണ് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നത്. പൊതുവേദിയിൽ അസാധാരണമായി പെരുമാറുന്നതും വാക്കുകൾ മുറിയുന്നതും ട്രംപിന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. ട്രംപിന് ഗുരുതരമായ മാനസിക വൈകല്യമുണ്ടെന്ന് കാട്ടി 280ഓളം മാനസികാരോഗ്യ വിദഗ്ധർ എഴുതിയ തുറന്ന കത്ത് കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രതിപക്ഷം ട്രംപിന്റെ അനാരോഗ്യം രാഷ്ട്രീയ ആയുധമാക്കുന്നതിന് ട്രംപ് തന്നെയാണ് കാരണക്കാരൻ. 2020-ലും 2024-ലും നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ തന്റെ എതിരാളി ജോ ബൈഡനെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തി അവഹേളിക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തിയ ആളാണ് ട്രംപ്. ഉറക്കം തൂങ്ങി എന്നാണ് ബൈഡനെ ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത്. തന്റെ അനാരോഗ്യം മറച്ചുവെക്കാൻ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവാക്കാൻ ബൈഡൻ കോവിഡിനെ മറയാക്കുകയാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. ബൈഡന് തുടർച്ചയായി ഉണ്ടായ നാക്കുപിഴകളും ഓർമ്മപ്പിശകുമെല്ലാം ട്രംപ് ആയുധമാക്കി. സൈക്കിൾ സവാരിക്കിടെ ബൈഡന് വീണു പരിക്കേറ്റപ്പോഴും ട്രംപ് വെറുതെ വിട്ടില്ല. ഒടുവിൽ ബൈഡനെ ഇറക്കി പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോൾ ബൈഡന്റെ ഭരണകാലത്ത് ഓട്ടോ പെൻ ഉപയോഗിച്ച് നടത്തിയ ഫയൽ ഒപ്പിടലുകൾ സംബന്ധിച്ച് ട്രംപ് അന്വേഷണവും പ്രഖ്യാപിച്ചു. ബൈഡന്റെ അനാരോഗ്യം മറച്ചുവെച്ച് ഉദ്യോഗസ്ഥർ ഭരണം നടത്തിയെന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ബൈഡന് സംഭവിച്ച അതേ നാക്കുപിഴയും ഓർമ്മപ്പിശകുമെല്ലാം ട്രംപിനും ആവർത്തിക്കുന്നതാണ് പിന്നീട് കണ്ടത്. അടുത്തിടെ ഗ്രീൻലാൻഡിനെ ഐസ്ലൻഡായും ഐസ്ലൻഡിനെ ഗ്രീൻലാൻഡായും ട്രംപ് വിശേഷിപ്പിച്ചത് നിരവധി ചർച്ചകൾക്കും വഴി തുറന്നിരുന്നു.